ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ലാലേട്ടൻ വന്നു പോയ എപ്പിസോഡ് ഉണ്ടല്ലോ, അത് പോയതിന് ശേഷം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ വന്നത്. അതിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ BB+ കാണിച്ചിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അനുമോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അനുമോള്, ആദില, നൂറ, ഷാനവാസ് അവരൊക്കെ ഇരുന്നിട്ട് സംസാരിക്കണം. അനുമോൾ കരയണേ, എനിക്ക് മതിയായി, ഇവിടെ നിന്ന് പോകണം, ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല, എന്നെ ലാലേട്ടൻ പറയുമ്പോൾ അവരൊക്കെ ചിരി കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നൂറയും ആദിലയും ഷാനവാസൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കരയല്ല വേണ്ടത്, നിൻ്റെ കരച്ചിൽ ആദ്യം നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ എല്ലാവരും പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ പാത്രത്തിൽ കുറച്ച് ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പം അവിടെ നിവിൻ വന്നിട്ട് നിവിനല്ല, ആര്യം വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബൗളിൽ എക്സ്ട്രാ കറി സാലഡ് എന്തോ ആണ് അതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് മാത്രം എന്താ ബൗളിൽ കൊണ്ടുപോകണം, ഞങ്ങളൊക്കെ പാത്രത്തിലല്ലേ ആവശ്യമുള്ളത് എടുക്കുന്നത്, നിങ്ങൾ മാത്രം ബൗളിലേക്ക് കൊണ്ടുപോകണത് നല്ല കാര്യമല്ല, എല്ലാവർക്കും ഉള്ള ഫുഡാണ് ബിഗ് ബോസ് തരുന്നത്, അല്ലാതെ ഒരാൾക്ക് മാത്രമുള്ളതൊന്നുമല്ല, നിങ്ങളിങ്ങനെ ബൗളിൽ കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ക്യാപ്റ്റൻ അത് ശ്രദ്ധിക്കുന്നില്ല, ക്യാപ്റ്റൻ ഇത് ശ്രദ്ധിക്കണം. അറിയാലോ, നമ്മുടെ അനീഷ് പറഞ്ഞുകൊണ്ടേയിരിക്കാം, ക്യാപ്റ്റൻ ശ്രദ്ധിക്കണം, ഇത് ബൗളിൽ വേറെ എടുത്ത് കൊണ്ടുപോകുന്നു, ഇത് ശരിയല്ല, എല്ലാവർക്കും ഒരുമിച്ചുള്ളതാണ് സാധനങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അതിനൊരു ഫൈറ്റ് നടക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവർക്ക് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജിസേലിന് ഡ്രസ്സ് വന്നല്ലോ, ഡ്രസ്സ് വന്ന സമയത്ത് ഇവരിത് ഒതുക്കി വെക്കുന്നു. പിന്നെ അവരിട്ട കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നു. അപ്പം ബെഡ് സ്പേസ് ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് സ്ഥലമല്ലല്ലോ. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഈ അനുമോളും ഈ നമ്മുടെ ആര്യന് ഇവിടെ ഇരിക്കുന്നത്, അനുമോൾ അതേനെ നടക്കുമ്പോൾ അനുമോളുടെ കൈയോ കാലോ എന്താണ്ട് തട്ടി തോന്നുന്നു ആര്യൻ്റെ മേത്ത്. അതിന് റിഫ്ലക്റ്റ് ആയിട്ട് ആര്യൻ ചവിട്ടിന്നും എന്തിനെന്നെ ചവിട്ടിന്നൊക്കെ ചോദിച്ചിട്ട് ആര്യൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചവിട്ടിയതല്ല, എൻ്റെ കാല് തട്ടിയതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ആര്യൻ ഈ കബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ ബെഡിൻ്റെ ഷെൽഫ്, അതിലേക്ക് തുണികൾ ഇങ്ങനെ കുഞ്ഞു നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ അനുമോൾ അപ്പുറത്തേന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചവിട്ടുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കി, പക്ഷേ ചവിട്ടുന്നത് കാണുന്നില്ല. ആ സൈഡിൽ കൂടെ വരുമ്പോൾ ചിലപ്പോൾ കൈ കാലം തട്ടില്ല, അത്രയുള്ള സ്പേസ് ഉള്ളൂ, തട്ടിയതായിരിക്കും. തട്ടീന് നീ എന്തിനാ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂഡായിട്ട് അനുമോളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ആര്യന്. എന്നിട്ട് ആര്യനും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോണ പോലെയൊക്കെ, എന്നിട്ട് ശരത്ത് ഓണിയിലൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, ഇവളെന്നെ ചവിട്ടി, ഇവളെ ഞാൻ ശരിയാക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ആര്യൻ പോകുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ ചവിട്ടിയിട്ടില്ല, ഞാൻ ഒതുങ്ങിയാണ് അവിടെ നിന്ന് വന്നത്, ഞാൻ ചവിട്ടിയിട്ടില്ല, എൻ്റെ കാല് തട്ടിയതായിരിക്കും, പക്ഷെ ഞാൻ മനഃപൂർവ്വം ചവിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല, നീ അവിടെ നിന്ന് തന്നെ ചവിട്ടി, ഇവിടെ നിന്ന് തന്നെ ചവിട്ടി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വരുമ്പോൾ അവർ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ മേത്ത് തൊടൂലല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായി കാണിക്കുന്നത് നമ്മുടെ അനുമോളുടെ തന്നെ ബെഡിൻ്റെ സൈഡ് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ അനുമോളുടെ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങോട്ടേക്ക് ഈ ആര്യൻ്റെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇതിലാക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇത് എനിക്കുള്ള സ്പേസാണ്, നിനക്കുള്ള സ്പേസ് അപ്പുറത്താണ്, നീ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരെയും പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും ഉള്ള സ്പേസാണ്, ഒരാൾക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസൊന്നും ഇവിടെ ആരും തന്നിട്ടില്ല, എല്ലാവർക്കും ഉള്ള സ്പേസാണ്, ഞാൻ ഇവിടെ വെക്കുന്നു പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അനുമോളുടെ സാധനങ്ങളുടെ പുറത്തേക്ക് ഇത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, വേണ്ട, വെക്കണ്ട, ഇതെൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞിരുന്ന് ഷൂ ഒക്കെ അടുക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോളുടെ ഷൂ ഒക്കെ സൈഡിലേക്ക് ആക്കിയിട്ട് ആര്യൻ്റെ ഷൂ സൈഡിലേക്ക് വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അനുമോൾ പറയാനായിട്ട് പറ്റില്ല, ഇതെൻ്റെ സ്പേസാണ് എന്നുള്ള രീതിയിൽ അത് തള്ളി മാറ്റുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾ ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവൻ ഈ ബാസ്ക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് അനുമോളുടെ തലയിൽ തട്ടി, അത് വേണമെന്ന് പറഞ്ഞിട്ടല്ല, ഇങ്ങനെ അവൾ കുഞ്ഞിരിക്കുകയല്ല ഇങ്ങനെ നിവർന്നത്, അപ്പോൾ തലയിൽ തട്ടിയാണ്, നീ എൻ്റെ തലക്ക് അതും വെച്ച് ഇതാക്കി എന്നുള്ള രീതിയിലായി. പിന്നെ വഴക്ക്, പിന്നെ ചെരുപ്പെടുത്ത് എറിയലായി. അനുമോൾ എന്താണ് ആര്യൻ്റെ ചെരുപ്പെടുത്ത് എറിയുന്നു, അനുമോളുടെ ചെരുപ്പെടുത്ത് എറിയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പുറത്തായിരുന്നു നമ്മുടെ ഷാനവാസും ആദില, നൂറ അവരൊക്കെ പുറത്തിരുന്ന് സംസാരിക്കുമായിരുന്നു. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് അവിടെ എന്താ നടക്കണേ എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് തന്നെ ചവിട്ടി എന്ന് പറഞ്ഞ ഇഷ്യൂവിൽ തന്നെ നമ്മുടെ ഷാനവാസൊക്കെ പുറത്തുനിന്ന് വന്ന് ചോദിച്ചു, നീ ചവിട്ടിയോ, നീ ചവിട്ടിയിട്ടില്ലെങ്കിൽ നീ
ചവിട്ടിയെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളോട് അനുമോൾ പറയുന്നത് ഞാൻ ചവിട്ടിയിട്ടില്ല, എൻ്റെ കാല് തട്ടിയതാണ്, ഞാൻ ഒതുങ്ങിയാണ് വന്നത്, കാല് തട്ടിയിട്ടുണ്ടാവും, ഞാൻ മനഃപൂർവ്വം ചവിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിഷയം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പുറത്തുനിന്ന് ഓടി വരികയാണ്, എന്താണ് ഇവിടെ പ്രശ്നം, ഭയങ്കര സൗണ്ടായി അവർ തലയിലേക്ക് ഇതായിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഷനാസും ഇവരൊക്കെ ഓടി വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെരുപ്പുകൾ എറിയുമ്പോൾ അക്ബറിൻ്റെ കാലിൽ പോയിട്ട് ഒരു ചെരുപ്പ് വീണ്. അപ്പം അനുമോള് ചെരുപ്പ് എൻ്റെ നേരെ എറിഞ്ഞ് പറഞ്ഞിട്ട് അക്ബർ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിൻ്റെ നേരെയല്ലല്ലോ എറിഞ്ഞത്, അത് എറിഞ്ഞപ്പോൾ വന്ന് തട്ടിയതല്ല, അല്ലാണ്ട് മനഃപൂർവ്വം എറിഞ്ഞതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കാവുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് നീ വല്ലാണ്ട് ആങ്ങളെ കളിക്കാൻ വരണ്ട, ചെരുപ്പ് എറിഞ്ഞത് എൻ്റെ മേത്തേക്കാണ് എറിഞ്ഞത് എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആകുന്നുണ്ട്. ആദിലേന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് സ്പേസ് കുറച്ച് ഇതാക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ഇത്ര നേരം ക്യാപ്റ്റൻ എവിടെ പോയി കിടക്കിയിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് ഈ ആദില നൂറിനെ, അതായത് ആദില നൂറിൽ ആദിലയെ ഭയങ്കരമായിട്ട് എന്തോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിക്കും, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനും കഴിഞ്ഞിട്ട് അപ്പുറത്ത് വീണ്ടും ഈ ഷാനവാസും അക്ബറും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നീ ആങ്ങളെ കളിക്കുകയാണ് ഇവിടെ വന്നിട്ട്, അനുമോളുടെ മൂഡ് താങ്ങി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ അടിക്കാനുള്ള ആ ഒരു രീതിക്ക് വരെ ഇങ്ങനെ മുട്ടിയിട്ട് പോയി നിൽക്കണമൊക്കെ ഉണ്ട് രണ്ടുപേരും. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരുടെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നൂറ ചോദിക്കുന്നുണ്ട് ശരത്തിനോട്, ഒരു സ്ത്രീയെ നോക്കിയിട്ടാണ് നീ ഇങ്ങനെ ഒരു ഇത് വിളിച്ചിരിക്കണത്, അതെങ്ങനെ സഹിക്കാൻ പറ്റും നിൻ്റെ കൂടെ. അപ്പം ഈ ശരത്ത് ഇത് വിളിച്ചതിന് ജിസയിലും രേണയും സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ നൂറ പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വിളിച്ചാൽ നിങ്ങളിങ്ങനെ നിന്ന് കൊടുക്കുമായിരിക്കും, കാരണം നിങ്ങൾ ബാഡ് തിങ് അവരിനെയല്ലോ സപ്പോർട്ട് ചെയ്യണത്, അവരും നിങ്ങളെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഒരു സ്ത്രീൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവരെങ്ങനെ വിളിക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ഇതായിരിക്കും. ഷാനവാസിനെയും അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടും അക്ബറും ഷാനവാസും വാക്കുതർക്കമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവൻ്റെ വാക്ക് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഇരിക്കുക, അവൻ അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഷാനവാസിന് അക്ബർ പറയുന്നുണ്ട് ഇവന് ആങ്ങളെ കളിക്കാൻ വന്നേക്കുവാണ്, ഇവൻ അങ്ങനെ ഇവർ രണ്ടുപേരും കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടേ ഭയങ്കര വഴക്കാണ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കയ്യാങ്കളിയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തുന്നത്, ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് എത്തേണ്ട രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്, ഇത് നമ്മുടെ റൂൾസിന് ഇതുള്ളതല്ല എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ ലിവിങ് ഏരിയയിൽ റെന, നൂറ, ആദില അവരൊക്കെ നൂറ കേട്ടോ കൂടുതൽ ഒരുപാട് ഫയർ ചെയ്ത് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്തോ ആണ് വിളിച്ചത്, നമുക്ക് ബിപി ചെയ്താണ് ഇട്ടത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ റെന ഈ ശരത്തിനെ ഇതാക്കിയിട്ട് പറയുമ്പോൾ അവർ പറയണം മുടി താങ്ങി നിൽക്കണ്ട, ഓരോരുത്തരുടെ അവനവൻ്റെ കാര്യം നോക്കിയിട്ടല്ല നിങ്ങൾ. അപ്പം തിരിച്ച് പിന്നെ പറയണത് നിങ്ങൾ അനുമോളുടെ മുടി താങ്ങിയിട്ടല്ലേ നിൽക്കണേ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള. അപ്പം ഇവർ പറയുന്നുണ്ട് അതെ നിങ്ങൾ മൂട് താങ്ങിയിട്ടല്ലേ നിൽക്കണത്, നീ എന്താണ് അക്ബറിൻ്റെയും ശരത്തിൻ്റെയും മൂട് താങ്ങിയിട്ട് അക്ബറിൻ്റെ മഞ്ഞനിക്കറിൻ്റെ വള്ളി കണ്ടോ അതിൽ പിടിച്ചിട്ടല്ലേ നീ നിൽക്കണത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് റെന പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കപ്പിളായിട്ടാണ് ഇവിടെ കളിക്കുന്നത്, ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സപ്പോർട്ടായി നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇവരെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ കപ്പിളായി കളിക്കണമെങ്കിൽ നീ ആലിബിനെ വിളിച്ചുകൊണ്ട് വാ, എന്തായാലും ആലിബിനെ വിളിച്ചുകൊണ്ട് വന്നില്ല, ഞങ്ങളുടെ ഇവിടെ ബിഗ് ബോസ് കപ്പിളായി കളിക്കാനായിട്ടാണ് ഇവിടേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്, ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കപ്പിളായതല്ല എന്നുള്ള രീതിയിലൊക്കെ ആദിലയും നൂറയും പറയുന്നുണ്ട്. അപ്പോൾ ആലിബിനെ അങ്ങനെ ഇതുണ്ടെങ്കിൽ ആലിബിനെയും കൊണ്ടുവന്ന് നീ കളിച്ചു, നീ ആലിബിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും റെന ഫാത്തിമക്ക് പിന്നെ പറയാൻ വേർഡ്സ് ഇല്ല, എണീച്ച് പോയി ബാത്റൂമിൽ പോയി കരയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ റെന ഫാത്തിമ ആരുടെ മൂഡ് താങ്ങിയിട്ടാണ് നിൽക്കുക, അക്ബറിൻ്റെ മൂഡ്, ശരത്തിൻ്റെ മൂഡ്, ഇതിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ആദില നൂറയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവർ. പിന്നെ ആദില പറയുന്നുണ്ട് ഡാഡി എവിടെയാണാവോ, അക്ബർ ഡാഡി, ജിസയിലെ മാമി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ നോറ പറയുന്നത് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തിന് മസാജ് സെൻറ്റർ വരെ ഇവിടുത്തെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും പുതപ്പിൻ്റെ ഇടയിൽ മസാജ് സെൻറ്ററാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ റെന ഫാത്തിമാനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ റെന ഫാത്തിമയാണ് നമ്മുടെ ജിസേലിൻ്റെ കാലമർത്തി കൊടുക്കൽ, കൈയമർത്തി കൊടുക്കൽ ഒക്കെ ജിസേലിൻ്റെ ഒരു PA ആയിട്ടാണ് അവിടെ റെന ഫാത്തിമ നിൽക്കുന്നത്. അങ്ങനെ രീതിയിലൊക്കെ സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ലൈറ്റ് ഓണാക്കി ഇനി നിങ്ങളുടെ
സംസാരങ്ങൾ എപ്പം തീരുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എപ്പോൾ തീരണോ അപ്പോഴേ ലൈറ്റ് ഓഫ് ആക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെയും കുറച്ച് പ്രശ്നങ്ങൾ പിന്നെയും ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് വീണ്ടും അക്ബറും ഷാനവാസും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പിന്നെ ശരത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴത്തെ ആദിലേനെ അങ്ങനെ വിളിച്ചതാണ്, മാപ്പ് എന്നൊക്കെ മാപ്പ് പറഞ്ഞപ്പോൾ ശേഷം ബിഗ് ബോസ് പറഞ്ഞു, ഇപ്പോൾ ഈ പ്രശ്നം ഇവിടെ നിർത്തൂ, എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഈ ഇഷ്യൂസ് എന്താ നടന്നപ്പോൾ നമ്മൾ അക്ബറും ശരത്തും കൺഫെഷൻ റൂമിലായിരുന്നല്ലോ. അപ്പോൾ ഇവർക്ക് അറിയില്ലല്ലോ ഈ പുറത്ത് ലിവിങ് ഏരിയയിൽ എന്താണ് ഇഷ്യൂ നടന്നത്. അപ്പോൾ ഈ നടന്ന ഇഷ്യൂവിനെ കുറിച്ച് ഷാനവാസിനോട് ആദില, നൂറ, ഓനിയൽ, അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നതും അപ്പുറത്ത് ശരത്തും റെന, ഫാത്തിമ, ബിന്നി അവരൊക്കെ ഇരുന്നിട്ട് ഈ ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതോടെയാണ് ഇതൊക്കെയാണ് ലാലേട്ടൻ പോയതിന് ശേഷം നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. പ്ലസ്സിലും ഇതൊക്കെയാണ് ഇട്ട് കാണിച്ചത്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ എനിക്ക് തോന്നുന്നു പ്രമോ വന്നിരുന്നു, നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് വരാൻ പോവുകയാണ്. ഗെയിം ചേഞ്ച് ആവുമോ അതോ ഇങ്ങനെ 2 ഗ്രൂപ്പായതിനെ തിരിയോ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം. വൈൽഡ് കാർഡ്സ് നല്ല സ്ട്രോങ് ആയ ആൾക്കാർ തന്നെ വരാൻ കുറേ പേരുടെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.